എന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞോട്ടെ നമ്മ ഡേറ്റ് കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിന്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില കുരിശിന്റെ റീഫണ്ട് ചിലര് എന്നെ മക്കൾ നോക്കണില്ല അച്ഛ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി. ഇവിടെ അങ്ങനെ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവഡ് ആയിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാര് അവരൊരു പുരോഹിതന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷെ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോരെ. എന്താ കാര്യം? ഇവര് പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പൊ മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ് മക്കള് റീഫണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകള് കർത്താവിന്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് വേണ്ടി, ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുന്നതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പൊ റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗം എന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തിനെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പൊ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോ. അതൊന്നും കുരിശല്ല, പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്ത് വേണ്ടിയാണ്? അത് നിങ്ങളുടെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പമെന്ന് പറയാ, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറെ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറെ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിന്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത